Hello dears, welcome to all. Today we are going to discuss about types of shares. അതായത് ഷെയർ ആൻഡ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ചാപ്റ്ററിലെ ടൈപ്സ് ഓഫ് ഷെയർസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെറൈറ്റി ഓഫ് ഷെയർ ഉണ്ട്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ, റൈറ്റ് ഷെയർ, ബോണസ് ഷെയർ, കോൾസ് ഓൺ ഷെയർസ്, കോൾസ് ഇൻ അഡ്വാൻസ്, സറണ്ടർ ഓഫ് ഷെയർ, ലീൻ ഓഫ് ഷെയർസ്, റൈറ്റ് നോമിനി അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ടേംസ് ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ? Sweat equity refers to a person or company's contribution toward a business venture or another project. ഒരു പ്രൊജക്റ്റിനോ അല്ലെങ്കിൽ ബിസിനസ് വെഞ്ചറിനോ കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പേഴ്സൻ്റെ കോൺട്രിബ്യൂഷനെയാണ് സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി നോട്ട് മോണിറ്ററി ആൻഡ് ഇൻ മോസ്റ്റ് കേസസ് കംസ് ഇൻ ദ ഫോം ഓഫ് ഫിസിക്കൽ ലേബർ, മെൻ്റൽ എഫേർട്ട് ആൻഡ് ടൈം. അതായത് എപ്പോഴും മോണിറ്ററി ടൈമിലാവണമെന്നില്ല. ചില കേസിലൊക്കെ എങ്ങനെയാണ് ഫിസിക്കൽ ലേബറായിട്ട് പ്രൊവൈഡ് ചെയ്യാം, മെൻ്റൽ എഫേർട്ട് ആൻഡ് ടൈമായിട്ടും പ്രൊവൈഡ് ചെയ്യാം. ഇറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ റിയൽ എസ്റ്റേറ്റ് ആൻഡ് ദ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലാണ് ഇത് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. ആസ് വെൽ ആസ് ഇൻ ദ കോർപ്പറേറ്റ് വേൾഡ്, എസ്പെഷ്യലി ഫോർ സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പ് കമ്പനീസുകളിലൊക്കെ ഇത് കാണാം. ദെൻ റൈറ്റ് ഷെയർസ്. എന്താ റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇഷ്യൂ ഓർ റൈറ്റ്സ് ഓഫർ ഈസ് എ ഡിവിഡൻഡ് ഓഫ് സബ്സ്ക്രിപ്ഷൻ റൈറ്റ്സ് ടു ബൈ അഡീഷണൽ സെക്യൂരിറ്റീസ് ഇൻ ദ കമ്പനി മെയ്ഡ് ടു കമ്പനീസ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ഹോൾഡേഴ്സ്. കമ്പനിയുടെ ഇപ്പോഴത്തെ സെക്യൂരിറ്റി ഹോൾഡേഴ്സ് ഉണ്ടാവുമല്ലോ, അവിടെ നിലവിലുള്ള സെക്യൂരിറ്റി ഹോൾഡേഴ്സിന് വീണ്ടും ഒരു റൈറ്റ് കൊടുക്കുകയാണ്. എന്ത് അഡീഷണൽ സെക്യൂരിറ്റീസ് വാങ്ങാനുള്ള റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ. വെൻ ദ റൈറ്റ്സ് ആർ ഫോർ ഇക്വിറ്റി സെക്യൂരിറ്റീസ്, അതായത് ഇക്വിറ്റി സെക്യൂരിറ്റീസിനാണ് റൈറ്റ്സ് കൊടുക്കുമ്പോൾ സച്ച് ആസ് ഷെയർസ് ഇൻ പബ്ലിക് കമ്പനി ഇറ്റ് ഈസ് എ നോൺ ഡയല്യൂട്ടീവ്. അത് നോൺ ഡയല്യൂട്ടീവ് ആണ്, അത് ഡയല്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. പ്രോ റാറ്റ വേസ് ടു റേസ് ക്യാപിറ്റൽ. പ്രോ റാറ്റ വേസിലാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ദെൻ റൈറ്റ്സ് ഇഷ്യൂസ് ആർ ടിപ്പിക്കലി സോൾഡ് വിയ എ പ്രോസ്പെക്ടസ് ഓർ പ്രോസ്പെക്ടസ് സപ്ലിമെൻറ്റ് അല്ലേ. പ്രോസ്പെക്ടസിലൂടെയാണല്ലേ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പോലെ തന്നെയാണ് റൈറ്റ് ഇഷ്യൂവും എന്ത് ചെയ്യുന്നത്, റൈറ്റ് ഷെയർസും ഇഷ്യൂ ചെയ്യുന്നത്. വിത്ത് ദ ഇഷ്യൂഡ് റൈറ്റ്സ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി ഹോൾഡർ ഹാവ് ദ പ്രിവിലേജ് ടു ബൈ എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ന്യൂ സെക്യൂരിറ്റീസ് ഫ്രം ദ ഇഷ്യൂവർ അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് വിത്തിൻ എ സബ്സ്ക്രിപ്ഷൻ പീരിയഡ്. അതായത് പ്രിസ്ക്രൈബ് ചെയ്ത് വെച്ച ഡേറ്റിൻ്റെയും പ്രൈസിലും നിന്നുകൊണ്ട് പുതിയ ഷെയർസ് അല്ലേ, പുതിയ ഷെയർസിന് സ്പെസിഫൈഡ് നമ്പർ വാങ്ങാനുള്ള പ്രിവിലേജ് ആർക്ക് കിട്ടും, എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി ഹോൾഡേഴ്സിന് കിട്ടും. ദെൻ ഇൻ എ പബ്ലിക് കമ്പനി റൈറ്റ് ഇഷ്യൂ ഈസ് എ ഫോം ഓഫ് പബ്ലിക് ഓഫറിങ്. പബ്ലിക് കമ്പനിയിൽ പബ്ലിക് ഓഫറിങ്ങിൻ്റെ ഫോമിലാണ് റൈറ്റ് ഇഷ്യൂ നടക്കുന്നത്. ഓക്കെ, അതായത് ഡിഫറെൻറ്റ് ഫ്രം മോസ്റ്റ് അതർ ടൈപ്സ് ഓഫ് പബ്ലിക് ഓഫറിങ് വേറെ ഷെയർ ആർ ഇഷ്യൂഡ് ടു ജനറൽ പബ്ലിക്. അതായത് ജനറൽ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു മോഡൽ തന്നെയാണ് റൈറ്റ് ഷെയർസ് നടക്കുന്നത്. ഓക്കെ, the next is bonus share. A bonus issue also known as scrip issue or capitalization issue. ഈ ബോണസ് ഷെയറിനെ എന്ത് പറയുന്നു, സ്ക്രിപ്പ് ഇഷ്യൂ എന്നും ക്യാപിറ്റലൈസേഷൻ ഇഷ്യൂ എന്നും പറയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് എൻ ഓഫർ ഫോർ ഫ്രീ അഡീഷണൽ ഷെയർ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ അഡീഷണൽ ഷെയർ, അതായത് റൈറ്റ് ഷെയർ എന്ന് പറയുമ്പോൾ അഡീഷണൽ ഷെയർ വാങ്ങാനുള്ള റൈറ്റാണ്. പക്ഷെ വാങ്ങുന്നതിന് എന്തുണ്ട്, അവർ ഒരു പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് കൊടുക്കേണ്ടി വരും, റേറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ബോണസ് ഷെയർ എന്ന് പറയുമ്പോൾ ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് അഡീഷണൽ ഷെയർ കൊടുക്കുകയാണ് ആർക്ക്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്. എ കമ്പനി മേ ഡിസൈഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ഫർദർ ഷെയർസ് ആസ് എൻ ആൾട്ടർനേറ്റീവ് ടു ഇൻക്രീസിങ് ദ ഡിവിഡൻഡ് പേ ഔട്ട്. ഫോർ എക്സാമ്പിൾ, എ കമ്പനി മേ ഗിവ് 1 ബോണസ് ഷെയർ ഫോർ എവറി 5 ഷെയർസ് ഹെൽഡ് അല്ലേ. അപ്പോൾ ഒരു 5 ഷെയർ ഹെൽഡ് ചെയ്താൽ അതിനെന്ത് ചെയ്യും, ഒരു ബോണസായിട്ട് ഒരു ഷെയർ കൊടുക്കും, ഫ്രീ ഷെയർ കൊടുക്കും. അതാണ് ബോണസ് ഷെയർ എന്ന് പറയുമ്പോൾ. അത് കോൾസ് ഓൺ ഷെയർസ്. എന്താ കോൾസ് ഓൺ ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് റിക്വയർ ആപ്ലിക്കൻ ടു സെൻഡ് ദ ഫുൾ വാല്യൂ ഓഫ് ഷെയർ അലോങ് വിത്ത് ആപ്ലിക്കേഷൻ്റെ കൂടെ ആ ഫുൾ വാല്യൂ എന്ത് ചെയ്യണം, സെൻഡ് ചെയ്യാനാണ് കമ്പനീസ് ആവശ്യപ്പെടുന്നത്. ദിസ് ബിക്കോസ് കമ്പനീസ് ആക്ട് ഡസ് നോട്ട് പ്രൊഹിബിറ്റ് കമ്പനീസ് ടു കളക്ട് ദ എൻറ്റയർ എമൗണ്ട് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഇറ്റ്സെൽഫ്. പക്ഷേ ഇഷ്യൂവിൻ്റെ സമയത്ത് തന്നെ എൻറ്റയർ എമൗണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കമ്പനി ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊവിഷൻ നടത്തുന്നില്ല. പക്ഷേ ദ യൂഷ്വൽ പ്രാക്ടീസ് ഓഫ് കമ്പനീസ് ഈസ് ടു കളക്ട് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ഓൺ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് ആൻഡ് ദ ബാലൻസ് ഇൻ 1 or more ഇൻസ്റ്റാൾമെൻറ്റ് നോൺ ആസ് കോൾസ്. അതായത്
നമ്മൾ അപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നത് കൂടെ തന്നെ കംപ്ലീറ്റ് എമൗണ്ട് വാങ്ങാൻ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനീസ് ആക്ട് അതിനൊരു പ്രൊഹിബിഷനും കൊടുക്കുന്നില്ല. കംപ്ലീറ്റ് എമൗണ്ട് ഒരു കമ്പനിക്ക് വാങ്ങാം. പക്ഷേ സാധാരണയായിട്ട് കമ്പനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആപ്ലിക്കേഷൻ്റെ സമയത്ത് അപ്ലിക്കേഷൻ മണി വാങ്ങും, അലോട്ട്മെൻറ്റ് സമയത്ത് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യും, ദെൻ പിന്നെ 2 or 3 ഇൻസ്റ്റാൾമെൻറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള ക്യാഷും റിസീവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇൻസ്റ്റാൾമെൻറ്റിന് പറയുന്ന പേരാണ് കോൾസ്. ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ എന്നൊക്കെ പറയും. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, കോൾസ് ഓൺ ഷെയർ എന്ന് പറഞ്ഞാൽ. ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൾ. ഒരു വാലിഡ് കോൾ ആവണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ്, എന്തൊക്കെ എസെൻഷ്യൽസ് ഉണ്ടെന്ന് നോക്കാം. ഇൻ മേക്കിംഗ് എ കോൾ കെയർ മസ്റ്റ് ബി ടേക്കൺ. ദ ഡയറക്ടേഴ്സ് മേക്കിംഗ് വിച്ച് ആർ ഡ്യൂലി അപ്പോയിൻറ്റഡ് ആൻഡ് ഡ്യൂലി ക്വാളിഫൈഡ്. The meeting of the board of directors has been duly convenced. The proper quorum is present. The resolution making the call is duly passed. A proper entry is made in the minutes. Call on share of same class must be made on uniform basis. Call must be made in the interest of the company. Next, calls in advances. കോൾസ് ഇൻ അഡ്വാൻസസ് അല്ലെ. എന്താ അഡ്വാൻസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മുൻകൂട്ടിയിട്ട് കോൾ ചെയ്യുന്നതിനെയാണ് എന്ത്, കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയാം. ആസ് പെർ സെക്ഷൻ 50 ഓഫ് കമ്പനീസ് ആക്ട് 2013, എ കമ്പനി മേ, ഇഫ് സോ ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ്, accept from any member the whole or a part of the amount remaining unpaid on any share held by him, even if no part of that amount has been called. അല്ലേ, അതായത് ഇഫ് സോ ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾ അത് ഓതറൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആക്സെപ്റ്റ് ഫ്രം എനി മെമ്പർ ദ ഹോൾ ഓർ പാർട്ട് ഓഫ് എമൗണ്ട് റിമൈനിങ് അൺപെയ്ഡ് ഓൺ എനി ഷെയർ ഹെൽഡ് ബൈ. അതായത് അവർ ഹെൽഡ് ചെയ്തിട്ടുള്ള ഷെയറിൽ നിന്ന് എന്ത് ചെയ്യണം, മുൻകൂട്ടിയിട്ട് കോൾസ് എന്ത് ചെയ്യുക, റിസീവ് ചെയ്യുക. കോൾ എമൗണ്ട് റിസീവ് ചെയ്യുന്നതിനാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ദെൻ സറണ്ടർ ഓഫ് ഷെയർസ്. Surrender of share means the return of share by the shareholder to the company for cancellation. അല്ലേ, സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അടിയറവ് പറയാന്നൊക്കെ പറയും അല്ലേ, സറണ്ടർ ചെയ്യുക അല്ലേ, കീഴടങ്ങുക അല്ലേ, അതാണ് സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ കമ്പനിക്ക് വാങ്ങിയിട്ടുള്ള, അതായത് ഓൾറെഡി നമ്മൾ വാങ്ങിയ ഷെയർ ഹോൾഡർ കമ്പനിക്ക് റിട്ടേൺ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ക്യാൻസലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. ഇതാണ് സറണ്ടർ ഓഫ് ഷെയർ എന്ന് പറയുമ്പോൾ. ഹോൾഡർ ഇൻ ദിസ് കേസ് വോളണ്ടറിലി അബാൻഡൻസ് ആൾ ഹിസ് ഷെയർ ഇൻ ഫേവർ ഓഫ് ദ കമ്പനി. ആരും കമ്പൽ ചെയ്തിട്ടല്ല, അദ്ദേഹം സ്വമേധയാ എന്ത് ചെയ്യുകയാണ്, റിട്ടേൺ ചെയ്യുകയാണ്. എ മിയർ റിഫ്യൂസൽ ടു ടേക്ക് അപ്പ് ന്യൂലി ഇഷ്യൂഡ് ഷെയർ ടു വിച്ച് ഷെയർ ഹോൾഡർ ഈസ് എൻറ്റൈറ്റിൽ ടു ഈസ് നോട്ട് എ സറണ്ടർ ഓഫ് ഷെയർ. അതായത് പുതിയ ഷെയർ വാങ്ങുന്നതിനുള്ള റിഫ്യൂസൽ എന്തല്ല, ഒരു എതിർപ്പ്, റിഫ്യൂസൽ എന്നല്ല, സറണ്ടർ ഓഫ് ഷെയർ അല്ല. സറണ്ടർ ഓഫ് ഷെയർ ബൈ മെമ്പർ ടു ദ കമ്പനി ഈസ് വാലിഡ്. അതായത് ഒരു ഷെയർ ഹോൾഡർ എന്ത് ചെയ്യാം, കമ്പനിക്ക് ഷെയർ സറണ്ടർ ചെയ്യുന്നത് വാലിഡ് ആണ് അല്ലേ. എങ്ങനെയൊക്കെ ആണെങ്കിൽ, the article give the direction does the power to accept it and it is accepted to save the company from going through formalities of forfeiture. അതായത് ഇപ്പോൾ എപ്പോഴാണ് ഫോർഫീച്ചർ നടക്കുക, കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തു, അതാദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്ലിക്കേഷൻ മണി മാത്രം കൊടുത്തു, ബാക്കിയുള്ള ക്യാഷ് ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് കോൾ കൊടുത്തു സെക്കൻഡ് കോൾ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണി കൊടുത്തു ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും കൊടുക്കുന്നില്ല, അൺപെയ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ കമ്പനി എന്ത് ചെയ്യും, അത് ഫോർഫീച്ചർ ചെയ്യേണ്ടി വരും. ഫോർഫീച്ചർ ചെയ്യുന്നതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡർ അദ്ദേഹത്തിന് ഷെയർ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തു, എന്നിട്ട് അപ്ലിക്കേഷൻ മണി കൊടുത്തു, ബാക്കിയുള്ള ക്യാഷ് കൊടുക്കാനില്ല എന്ന് കണ്ടാൽ എന്ത് ചെയ്യാം, ആ ഷെയർ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് സറണ്ടർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സറണ്ടർ ചെയ്താൽ കമ്പനിക്ക് ഫോർഫീച്ചർ ചെയ്യുന്നതിൽ നിന്നും, ഫോർഫീച്ചർ ചെയ്യുമ്പോൾ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, അതിൽ നിന്നൊക്കെ ഒഴിവാവാൻ പറ്റും അല്ലേ. ഫുള്ളി പെയ്ഡ് ഷെയർസ് ക്യാൻ ബി ആക്സെപ്റ്റഡ് ഓൺ സറണ്ടർ, ദെൻ ഷെയർ സറണ്ടർ ആർ ഇൻ എക്സ്ചേഞ്ച് ഫോർ ന്യൂ ഷെയർ ഓഫ് എ നോമിനൽ വാല്യൂ അല്ലേ. ഫുള്ളി ഷെയർസും എന്ത് ചെയ്യാം, സറണ്ടറിൻ്റെ ബേസിൽ ആക്സെപ്റ്റ് ചെയ്യാം. Then surrender share may be reissued in the same way of forfeiture share. സറണ്ടർ ഷെയർ റീഇഷ്യൂ ചെയ്യാം. എങ്ങനെയാണ്, ഷെയർ ഫോർഫീച്ചർ ചെയ്യുന്നതിൻ്റെ വേലാണ് എന്ത് ചെയ്യുന്നത്, ഫോർഫീറ്റഡ് ഷെയർ നമ്മൾ എങ്ങനെ റീഇഷ്യൂ ചെയ്യും, അതിൻ്റെ ബേസിലാണ് ഈ സറണ്ടർ ഷെയറും എന്ത് ചെയ്യാം, അതേ മെത്തേഡിലാണ് സറണ്ടർ ഷെയറും റീഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, then
Lien of shares. A lien is the right to retain the possession of a thing until a claim is satisfied. ഒരു ക്ലെയിം സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ആ ഒരു തിങ്, ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു ഷെയർ റീറ്റെയിൻ ചെയ്യാനുള്ള, അതിൻ്റെ പൊസഷൻ, കൈവശാവകാശം റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റിനെയാണ് എന്ത് പറയുന്നത്, ലീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് പേര് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ ഒരാൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തെറ്റിച്ചാൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ആ ക്ലെയിം എന്ത് ചെയ്യണം, ഇദ്ദേഹം ഒരു ക്ലെയിം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇഞ്ചേർഡ് പാർട്ടി ഒരു ക്ലെയിം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലെയിം സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ മറ്റൊരു പാർട്ടിയുടെ ഗുഡ്സ്, അല്ലെങ്കിൽ ഇവിടെ ഈ കേസിൽ പറയുന്ന ഷെയർ, അതിൻ്റെ പൊസഷൻ, അതിൻ്റെ കൈവശാവകാശം നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കാനുള്ള, ഒരു റിട്ടേൺ ചെയ്യാനുള്ള റൈറ്റിനെയാണ് ലീൻ എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് എ കമ്പനി ലീൻ ഓൺ എ In the case of a company lien on a share means that the member would not be permitted to transfer his share unless he pays his debt to the company. അല്ലേ, അതായത് കമ്പനിക്ക് എന്തെങ്കിലും ഡെപ്റ്റ് കൊടുക്കാനുള്ള, ഡെപ്റ്റ് കൊടുത്താൽ മാത്രം എന്ത് ചെയ്താൽ മതി, ആ ഷെയർ പാസ് ചെയ്താൽ മതി. Then article generally provide that the company shall have the first lien on the share of each member for his debt and liabilities to the company. The right of lien is not inherent ബട്ട് മസ്റ്റ് ബി ക്ലിയർലി പ്രൊവൈഡഡ് ഫോർ ഇൻ ദ ആർട്ടിക്കിൾസ്. അല്ലേ, അത് ഇൻഹറൻ്റ് അല്ല, പക്ഷെ അത് എന്ത് ചെയ്തിരിക്കണം, കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ക്ലിയർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. ദെൻ റൈറ്റ് ടു നോമിനി. Section 72 of the Acts provide that every holder of securities of a company may nominate any person to whom his security shall vest in the event of his death. അല്ലേ, അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോഴൊക്കെ നോമിനിയെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ നോമിനിയുടെ പേര് നമ്മൾ എഴുതാറുണ്ട്. എന്തിനാണ്, നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ ക്യാഷൊക്കെ പിന്നെ ആർക്കാണ് പോവുക, ആ അക്കൗണ്ട് നടത്തിക്കൊണ്ട് പോകാനുള്ള റൈറ്റ് നമ്മൾ നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുക. അതുപോലെ തന്നെ എല്ലാ സെക്യൂരിറ്റി ഹോൾഡറും അവരുടെ പേരിന് കീഴിൽ എന്ത് ചെയ്യും, അവരുടെ ഡെത്തിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ അവർ ഇൻസോൾവ് ആവേണ്ട സമയത്തോ ആ ഒരു സെക്യൂരിറ്റി ഹെൽഡ് ചെയ്യാനുള്ള റൈറ്റ് നോമിനിക്കാണ് ഉണ്ടാവുക. The term securities include share of the company. If the shares are held by joint holders, such joint holders will have to nominate a single person as a nominee. joint holder ആയിട്ടാണ്, അതായത് ഒരു ഷെയർ രണ്ടുപേരും കൂടി എടുക്കുകയാണെങ്കിൽ രണ്ടുപേരും ചേർന്നുകൊണ്ടൊരു വ്യക്തിയെ, ഒരു സിംഗിൾ പേഴ്സൺ എന്ത് ചെയ്യണം, നോമിനേറ്റ് ചെയ്യണം. The Act does not restrict the choice of person who may be designated as a nominee. Even a minor can be nominated by the shareholder. ഷെയർഹോൾഡർക്ക് എന്ത് ചെയ്യാം, ഒരു മൈനറിനെയും നോമിനി ചെയ്യാം. ഇഫ് ദ നോമിനി ഈസ് മൈനർ, നോമിനി മൈനർ ആണെങ്കിൽ ഷെയർഹോൾഡർ ഷോൾ അപ്പോയിൻറ്റ് എനി പേഴ്സൺ ടു ബിക്കം എൻറ്റൈറ്റിൽഡ് ടു ഷെയർ ഇൻ ദി ഇവൻറ്റ് ഓഫ് ഡെത്ത് ഓഫ് ദ നോമിനി ഡ്യൂറിങ് ഹിസ് മൈനോറിറ്റി. മൈനറായിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാം. അത് മൈനർ ആണെങ്കിൽ, അദ്ദേഹം മരിക്കുകയാണെങ്കിൽ വേറൊരു വ്യക്തിയും കൂടി എന്ത് ചെയ്യണം, അയാളുടെ പേരും കൂടി അതിൽ ചേർക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇയാൾ മൈനറാണല്ലോ, മൈനറായാലും മൈനറുമായിട്ടൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് വോയിഡ് അബ് ഇനീഷ്യോ ആണ്. അല്ലേ, സ്റ്റാർട്ടിങ്ങിൽ അതെന്താണ്, ഇൻവാലിഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈനറാണ് നോമിനി എങ്കിൽ, നോമിനി മൈനറാണ് എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ വേറൊരാളുടെ പേരും കൂടി ഇദ്ദേഹം എന്ത് ചെയ്യണം, അവരുടെ മുന്നിൽ പറയണമെന്നേ ഉള്ളൂ, എഴുതി ചേർക്കണം എന്നേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ഒരു ടേമാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഷെയറിൻ്റെ ഫോർഫീച്ചർ, ക്യാൻസലേഷൻ. ഓക്കെ. ദെൻ ഷെയർ ഇൻ പബ്ലിക്ലി ട്രേഡഡ് കമ്പനീസ് ദാറ്റ് an owner loses or gives up failing to honor certain purchase agreement or restrictions are considered to be forfeited. അതായത് പബ്ലിക്കായിട്ട് ഇഷ്യൂ ചെയ്ത ഷെയർ ഒരാൾ വാങ്ങിയിട്ട് അതിന് ഓണർഷിപ്പ് ലോസ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഓണർഷിപ്പ് ലോസ് ചെയ്യുക, അതായത് പറഞ്ഞിട്ടുള്ള എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തുക. അല്ലേ, അപ്ലിക്കേഷൻ മണി കൊടുത്തിട്ട് വാങ്ങി, അലോട്ട്മെൻറ്റ് മണി കൊടുത്തു, ദെൻ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും കൊടുത്തില്ല. അപ്പോൾ ആ എഗ്രിമെൻറ്റിൽ എന്തുണ്ടായി, ഒരു ഫെയിൽ വരുത്തി, ഡീഫോൾട്ട് വരുത്തി. അപ്പോൾ ആ ഷെയർ പിന്നെ എന്താണ്, ഫോർഫീറ്റഡ്, ക്യാൻസൽ ചെയ്യും. വിത്ത് ഫോർഫീറ്റഡ് ഷെയർ ദ ഷെയർ ഹോൾഡേഴ്സ് നോ ലോങ്ങർ ഓസ് എനി റിമൈനിങ് ബാലൻസ് ആൻഡ് ഇസ് ഗിവിങ് അപ്പ് എനി പോസിബിൾ ഗെയിൻ ഓൺ ദ ഷെയർ. അതായത് ഷെയർ ഫോർഫീറ്റ് ചെയ്താൽ പിന്നെ ഷെയർ ഹോൾഡർക്ക് അതിൽ ബാലൻസ് ഒന്നും കിട്ടില്ല. എന്തെങ്കിലും ഗെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എന്തല്ല, അദ്ദേഹത്തിന് കിട്ടില്ല. ഓക്കെ. ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻസാണ്. In accordance with the article, notice, resolution of the board, good faith. Okay. Then, in accordance with the article പറയുന്നത് forfeiture must be authorized by the article of the company. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അത് ഓതറൈസ് ചെയ്തിട്ടുണ്ടാവണം forfeiture എന്ന് പറയുന്നത്.
Then notice. Before shares can be forfeited, the company must serve a notice to defaulting shareholders requiring payment of call as is unpaid together with interest. അതായത് നോട്ടീസ് കൊടുത്തിരിക്കണം. അപ്പോൾ ഫസ്റ്റ് കോള് വിളിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തില്ല, പേ ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തിരിക്കണം, ഡിഫോൾട്ടിങ് പേ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താണ്, അദ്ദേഹം ഡിഫോൾട്ടിങ് ഷെയർ ഹോൾഡറാണ് അല്ലേ. അപ്പോൾ ഈ ഡിഫോൾട്ടിങ് ഷെയർ ഹോൾഡറിന് നോട്ടീസ് കൊടുത്തിരിക്കണം. എങ്ങനെ, ഈ കോൾ എമൗണ്ടും അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി ചേർത്ത് നിങ്ങൾ അടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുത്തിരിക്കണം. Then resolution of the board. The defaulting shareholder do not pay the amount within a specified time as required by the notice. Directors must pass a resolution prescribing the shares. അതായത് നോട്ടീസ് കൊടുത്തിട്ടും ആ ഒരു സ്പെസിഫൈഡ് ടൈമിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, പേ ചെയ്തിട്ടില്ല എങ്കിൽ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും, ആ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യും. Then good faith. The power to forfeit must be exercised by the director in good faith. അല്ലേ, അതായത് നല്ല ഒരു ഇതോടുകൂടി ആയിരിക്കണം അല്ലേ, നല്ലൊരു ചിന്തയോടുകൂടി ആയിരിക്കണം ഇദ്ദേഹം എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഫോർഫീച്ചർ എന്നുള്ള പവർ എക്സസൈസ് ചെയ്യേണ്ടത്. ദെൻ എഫക്ട്സ്. എന്തൊക്കെയാണ് ഫോർഫീച്ചറിൻ്റെ എഫക്റ്റ് ആയിട്ട് വരുന്നത്? ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ് അല്ലേ, മെമ്പർഷിപ്പ് എന്ത് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. ദെൻ ലയബിലിറ്റി ആസ് എ പാസ്റ്റ് മെമ്പറിൻ്റെ ലയബിലിറ്റി, സെസേഷൻ ഓഫ് എ ലയബിലിറ്റി. ദെൻ പ്രോപ്പർട്ടി ഓഫ് കമ്പനി. ഓക്കെ, ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പിൻ്റെ ടെർമിനേഷൻ മീൻസ് അവസാനമാണ് അല്ലേ. ദ ഷെയർ ഹോൾഡർ whose shares have been forfeited shall cease to be a member of the company and his name shall be struck out from the register of the membership. അതായത് ആരുടെ ഷെയർ ആണോ നമ്മൾ ഫോർഫീറ്റ് ചെയ്തത്, അദ്ദേഹം പിന്നെ എന്തല്ല, അദ്ദേഹത്തിന് കമ്പനിയുടെ മെമ്പറായിട്ട് തുടരാനുള്ള റൈറ്റ് ഇല്ല. സീസ് ടു ബി എ മെമ്പറായിട്ട് തുടരുന്നതിന് അദ്ദേഹത്തിന് വിലക്കപ്പെടും. പിന്നെ മെമ്പറിൻ്റെ രജിസ്റ്ററിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരെന്ത് ചെയ്യും, എടുത്ത് മാറ്റപ്പെടുകയും ചെയ്യും. Then cessation of liability. If the articles of the company permit, the company can sue the member. അതായത് ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി പെർമിഷൻ കൊടുക്കുന്നുണ്ട് എങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, അദ്ദേഹം അൺപെയ്ഡ് കോൾ, അദ്ദേഹം പേ ചെയ്യാത്ത കോൾ ഉണ്ടല്ലോ, ആ കോളിന് വേണ്ടിയിട്ട്, ആ കോൾ അദ്ദേഹം പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. Okay, then liability as past member. The former holder shall remain liable as partly member to a call. അതായത് ഏത് കോൾ പേ ചെയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അദ്ദേഹം സീസ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഷെയർ ക്യാൻസൽ ചെയ്യപ്പെട്ടത്. അപ്പോൾ ആ ഒരു ഷെയർ ആ ഒരു കോൾ പേ ചെയ്യാനുള്ള ലയബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. Then property of the company അല്ലേ, കമ്പനിയുടെ പ്രോപ്പർട്ടി. ഓൺ ഫോർഫീച്ചർ ദ ഷെയർ ബിക്കം ദ പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി. ഫോർഫീറ്റ് ചെയ്യപ്പെട്ടാൽ ഷെയർ പിന്നെ അടുത്തതായി കമ്പനിയുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദെൻ റേഷ്യോ ഫോർഫീച്ചർ. റേഷ്യോ ഫോർഫീറ്റർ ഷെയർ ഈസ് എ മിയർ സെയിൽ ഓഫ് ഷെയർ ഫോർ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണോ, സെയിൽ നടത്തുന്നത് എങ്ങനെയാണോ, അതുപോലെയാണ് ഫോർഫീച്ചർ ഷെയർ റേഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ. കമ്പനി ഡസ് നോട്ട് മേക്ക് അലോട്ട്മെൻറ്റ് ഓഫ് ദി ഷെയർ. കമ്പനി എന്ത് ചെയ്യേണ്ട, അലോട്ട്മെൻ്റ് ഒന്നും നടത്തുന്നില്ല. കമ്പനി ഓപ്ഷൻസ് ദ ഫോർഫീച്ചർ ഷെയർ ആൻഡ് ഡിസ്പോസ് ഓഫ് ദം. കമ്പനി എന്ത് ചെയ്യണം, അത് ഓപ്ഷൻ ലേലത്തിന് വിളിക്കുകയാണ്, ആ ഷെയർ ലേലത്തിന് കൊടുക്കുകയാണ്, ആ ഷെയർ ചെയ്യുക, അല്ലാതെ അലോട്ട് ചെയ്യുന്നില്ല ചെയ്യുക അല്ലേ. ജസ്റ്റ് ഒരു സെയിൽ പോലെയാണ്, ഷെയർ വിൽക്കുന്നത് പോലെയാണ്, ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പോലെയല്ല. ഫോർഫീച്ചർ ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പോൾ അത് കമ്പനിയുടെ ഷെയർ ജസ്റ്റ് സോൾഡ് ചെയ്യുന്ന പോലെയുള്ള പ്രോസസ്സാണ് വരിക. ഓക്കെ, ദെൻ ഫോർഫീച്ചർ വേഴ്സസ് സറണ്ടർ. ഫോർഫീച്ചർ ഓഫ് ഷെയർ ഓഫ് കമ്പനി ഷെയർ കമ്പൽസറി ആക്ഷൻ ടേക്കൺ ബൈ ദ കമ്പനി. അതായത് കമ്പനി എടുക്കുന്ന ഒരു കമ്പൽസറി ആക്ഷനാണ് ഫോർഫീച്ചർ. ദെൻ സറണ്ടർ ഓഫ് ഷെയർ ഈസ് എ വോളണ്ടറി ആക്ട് ഡൺ ബൈ ഷെയർ ഹോൾഡർ ടേക്ക് ദ കമ്പനി. അതായത് സറണ്ടർ ഓഫ് ഷെയർ എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡർ സ്വമേധയാ ചെയ്യുന്ന പ്രോസസ്സാണ്. ദെൻ ഫോർ ഫോർഫീച്ചർ ദ കമ്പനി ടേക്സ് ദ ഇനീഷ്യേറ്റീവ്. ഫോർഫീച്ചറിന് കമ്പനിയാണ് അവിടെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ബട്ട് സറണ്ടർ റിക്വയർസ് ഈസി പ്രൊസീജിയർ അല്ലേ. ബട്ട് സറണ്ടർ ആരാണ് ചെയ്യുന്നത്, ഷെയർ ഹോൾഡറാണ്. അപ്പോൾ അത് ഈസി പ്രൊസീജിയറാണ്. There cannot be forfeiture of fully paid shares as there is no outstanding call on such share. ഷെയറിൻ്റെ മേലെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് കോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഫുള്ളി പെയ്ഡ് ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുന്നില്ല. ബട്ട് ദർ ക്യാൻ ബി സറണ്ടർ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ. പക്ഷേ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ എന്ത് ചെയ്യാം, സറണ്ടർ ചെയ്യാം. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ഒന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോർഫീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ നമുക്ക് എന്ത് ചെയ്യാം, സറണ്ടർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു ഫോർഫീച്ചറും സറണ്ടറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.